ഉസ്താദ താജുദ്ദീൻ സാദാത്തുകളെ ಗೌರವನೀಯರಾದಂಥ ಯೇಸು ಉಸ್ತಾದ್ರವರೇ, ಹೊನ್ನಿ ಉಸ್ತಾದ್ರವರೇ, ಚಿಟ್ಟಾಲಿ ಉಸ್ತಾದ್ರವರೇ, ಪೊನ್ಮಳ ಉಸ್ತಾದ್ರವರೇ, ಪೇರೂರು ಉಸ್ತಾದ್ರವರೇ, ಸಾದಾತಿಗಳೇ, ದರ್ಗಾ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರಾದಂಥ ಕನ್ಸೂರ್ ಮಂದ್ರವರೇ, ಅಬ್ದುಲ್ಲಾ ಕುಂದೀರವರೇ, ಖಾದರ್ MLA ಅವರೇ, ಹೆಸರು ಹೇಳ್ತಾ ಹೋದ್ರೆ ಮೊದಲು ನಮಾಜ್ ಆಗ್ಬಿಡುತ್ತೆ. വിശദമായി സംസാരിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പത്രം കണ്ട് അനുമോദന അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമോദിച്ച ആൾക്ക് ഇങ്ങനെ അനുമോദിക്കാൻ തോന്നിപ്പോ 20 കൊല്ലം മുമ്പ് എന്റെ ശൈഖായ മടവൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മഹാനവറുകൾ കുട്ടിച്ചെടുത്തിൽ വിശ്രമിച്ചെന്ന് പറഞ്ഞ ഒരു വാക്കാണ്, ഉള്ളാളം തങ്ങൾ ഹക്കാണ്, ഉള്ളാളം തങ്ങൾ വിജയിപ്പിക്കൂ. 20 കൊല്ലത്തിന്റെ ശേഷമാണ് ഇന്ന് നിങ്ങൾ ഉള്ള ആൾക്കാർ പറയാൻ പോകുന്നു. തങ്ങള് ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കൺസൂർ മുന്ന് പറഞ്ഞൊരു വാസ്തവമാണ്. 2 കൊല്ലം മുമ്പ് കേരളത്തിൽ AP ഉസ്താദ് ആദ്യമായ ഒരു സ്വീകരണം അന്ന് അബ്ബാസുൽ മാലിക്കി മഹാനവറുകൾ കൊണ്ട് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് മലയാളക്കാരെക്കാട്ടി കുറച്ച് ബുദ്ധി കുറവ് കന്നഡക്കാർക്കാണ്. ഇതിന്റെ തുടക്കം കേരളത്തിൽ അങ്ങ് തുടങ്ങിപ്പോയി. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിൽ മാത്രമല്ല, സൗദിയിലും UAE-യിലും ദുബൈയിലും ഒരു അംഗീകരിച്ച ഏറ്റവും വലിയ സാദാത്തിനും പണ്ഡിതമാണ് താജുദ്ദീൻ. അവരെ കാണൽ തന്നെ ഏറ്റവും വലിയ സിയാറത്ത്. തങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചുകൊണ്ട് പോയാൽ 24 മണി കഴിഞ്ഞാലും തങ്ങളെ പറ്റിയിട്ടുള്ള സംസാരം തീരൂല. എന്റെ സംസാരം ചുരുക്കുകയാണ്. അന്നത്തെ 60 കൊല്ലം മുമ്പ് ഇവിടെ ദീനല്ല, ഒരു കോയില ഇറക്കണമെങ്കിൽ 2 കിലോമീറ്റർ കോയിലും പിടിച്ചിട്ട് നടന്നിട്ട് വരണമായിരുന്നു. ഭാഷ അറിഞ്ഞൂടാ, മലയാളമല്ല, കന്നഡമല്ല. അങ്ങനത്തെ ഒരു ഭാഷ അറിയാത്ത സ്ഥലത്ത് 60 കൊല്ലം ഇവര് ജീവിച്ചു. ഇന്ന് 2 മൈലല്ല, 40 വീട് എവിടെയുണ്ടോ അവിടെ ഓരോരോ പള്ളി വന്ന് ആ ദീനി ബോധന വരണമെങ്കിൽ താജുൽ അവരെ 60 കൊല്ലത്തിന് പരിശ്രമം. ഇനി നമ്മളാരും മറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് ദർഗാ കമ്മിറ്റിക്കാണ് ചെയ്ത് ഇനി കർണാടകത്തിലുള്ള സുന്നിറ്റമായിട്ട് ഈ കൊല്ലം തേച്ചും അടുത്ത റംസാന് വരെ ഓരോരോ സ്ഥലത്തും താജുൽ ഉലമാനവർ സ്വീകരണം നടത്താനുള്ള ഒരു വർഷമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഘോഷിക്കുന്നു. അതുകൊണ്ട് വരുന്നതന്നെ തങ്ങളോട് ഇനി അനുവാദം എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ പണ്ഡിതന്മാർക്കും ക്ഷണനമാണ്. ബക്രീദ് ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞവാറെന്ന് ആദ്യമായ സമ്മേളനം കൊടിയിലായിരിക്കും ഇൻഷാ അല്ലാഹ്. നല്ല കൊടക്, മൈസൂർ, അവസാനമായ ബംഗളൂരോട് ഉംറകളെ ക്ഷണിക്കാൻ പാടില്ല രാഷ്ട്രീയക്കാർ. പക്ഷെ അവർക്കും മനസ്സിലാകണം, അവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കണം. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഇവിടെയുള്ള ഉറുമാക്കളെന്ന് പറഞ്ഞാൽ തങ്ങളെ കീഴിലുള്ളവരാണ്. ആരും തങ്ങളെ എതിർത്ത് മുമ്പിൽ അത് ചീഫ് മിനിസ്റ്റർ ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ദേവേഗൌഡ, കുമാരസ്വാമി വന്നിട്ടുള്ളവരെ തങ്ങൾ മുമ്പിൽ ഇരുന്നിട്ടില്ല. തങ്ങളെ കാലുള്ള സ്ഥലത്ത് ഇരുന്നിട്ടാണ് തങ്ങൾക്ക് ബഹുമാനം കാണിച്ചത്. അതുകൊണ്ട് ആ ബഹുമാനത്തിൽ ഒന്നാമത്തത് സാദാത്യങ്ങൾ, രണ്ടാമത്തത് ആയിൻ, മൂന്നാമത്തത് വയസ്സ്. തങ്ങളെപ്പോഴും പറയും എനിക്ക് ആരോഗ്യം ശരിയില്ല. പരിപാടി ഉള്ളുമ്പോൾ അത് എങ്ങനെ അല്ലാഹു തആല അവർക്ക് ആരോഗ്യം കൊടുക്കുന്നത് അല്ലാഹുക്കറിയാം, തങ്ങൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ ഈ ആരോഗ്യം നിലനിർത്തുമാറാകട്ടെ. കാരണം ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയവും ആ വിജയത്തിന്റെ അടയാളമാണ് താജിലും അന്നൊക്കെ നമ്മളെല്ലാം അഭിമാനിക്കേണ്ടതാണ്. കാണുന്നത് തന്നെ ഏറ്റവും വലിയ സിയാറത്ത്. അവർ ഫലം എനിക്കറിയാം. 1980 ധർണയിൽ വന്ന് കണക്ക് ചോദിക്കുമ്പോ തങ്ങൾ പറഞ്ഞു, എടോ ഞാനെല്ലാടോ ഈ കണക്ക് വയ്ക്കുന്ന മന്ത്രിയെ പറഞ്ഞ് 15 ഡേറ്റിലാണ് ഞാനാക്കി കൊണ്ടുപോകുന്നത്. അന്ന് ഞാൻ തോമ ചെയ്ത് മടങ്ങി. അൽഹംദുലില്ലാഹ് ഇന്നും തങ്ങൾ ആർക്കെങ്കിലും മനസ്സോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫലം അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ബഹുമാനിക്കുക. തങ്ങളെ പേരിൽ ഒരു സ്ഥിരമായ ജ്ഞാപകമായ ഒരു സ്ഥാപനം, ഒരു സ്മാരകം അവർ സ്വന്തം തെരഞ്ഞു തുടങ്ങിയിട്ടില്ല. സ്വന്തമായി തങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്വന്തമായി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട പോടാൻ ചെയ്യാറാന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് തങ്ങളുടെ സ്വഭാവം. ഉള്ള ആൾക്കാരായ പ്രധാനക്കാരായ ഞങ്ങൾ ഒരു താജിലുള്ളതിന്റെ പേരിൽ സ്ഥിരമായ ഒരു അവർ 60 കൊല്ലം ചെയ്ത സേവനയ്ക്ക് വേണ്ടി നിങ്ങളത് പോയി പൈസ കൊടുക്കുകയാണെങ്കിൽ വന്നോളും. അതിന് യാതൊരു പക്ഷെ ആ വിഭാഗത്തിൽ ഞാൻ പറഞ്ഞ ഇത്ര ഈമാൻ ഉണ്ടാകുന്ന സാധനമാണ്, ഈമാൻ ഇല്ലാത്ത സാധനമല്ല. അതുകൊണ്ട് മഹാന്മാർ സാധാരണ സ്നേഹിച്ചാൽ, ഉലമാക്കളെ സ്നേഹിച്ചാൽ, സുന്നത്തിന്റെ സേവനം ചെയ്താൽ എന്താക്കിട്ട കർണാടകത്തിൽ ഞാൻ പോവാണ്ട് ഒരു മീറ്റിംഗും കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഉപ്പില്ലാത്ത ചോറ് പോലെ ആയിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് സാധാരണങ്ങളുടെ വർക്കത്ത്. ഉലമാക്കൾക്ക് മുഹബത്ത് ചെയ്താൽ, ഉലമാക്കൾക്ക് മുഹബത്ത് ചെയ്താൽ ശരിയായ ജമാഅത്ത് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ആ ഒറിജിനൽ ജമാഅത്ത് താജുൽ ഉലമ അവരുടെ നേതൃത്വത്തിലുള്ള ജമാഅത്ത്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ലക്കും ദീനക്കും വലിയ ദീൻ, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റിയിട്ടൊന്നും നമുക്ക് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സേവനം അംഗീകരിച്ച് വളരെ അല്പസമയത്തിൽ ഈ തിരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ അടുത്ത പരിപാടി ഉള്ളാളത്തല്ല മംഗലാപുരം മൈതാനത്ത് വെച്ചിട്ട് തന്നെ എല്ലാ ചീഫ് മിനിസ്റ്റർമാരും എല്ലാ രാഷ്ട്രീയക്കാർക്കും